ഹാർട്ട് ഫെയിലിയർ എന്ന് കേൾക്കുമ്പോൾ ഏവരും വിചാരിക്കും ഹൃദയം നിൽക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയോ അല്ലെങ്കിൽ ഹൃദയം നിൽക്കുന്നതോ ആണെന്ന്. ഹായ്, ഞാൻ ഡോക്ടർ വിഷ്ണു. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് ഹൃദയ പരിക്ഷീണത അഥവാ ഹാർട്ട് ഫെയിലിയറിനെ കുറിച്ചാണ്. ഹാർട്ട് ഫെയിലിയർ എന്ന് കേൾക്കുമ്പോൾ ഏവരും വിചാരിക്കും ഹൃദയം നിൽക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയോ അല്ലെങ്കിൽ ഹൃദയം നിൽക്കുന്നതോ ആണെന്ന്. എന്നാൽ ഹാർട്ട് ഫെയിലിയർ അതുമായി യാതൊരു ബന്ധവുമില്ല. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ക്ഷീണമാണ്. അതായത് ഹൃദയം ഒരു പമ്പിങ് ഓർഗാനാണ്. ബാക്കിയുള്ള ശരീരത്തിലെ എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണ് ഹൃദയം. ഇതിൻ്റെ പമ്പിങ് ശക്തി കുറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഹൃദയ പരിക്ഷീണത അഥവാ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ ഹാർട്ട് ഫെയിലിയർ പലതരത്തിലുണ്ട്. രണ്ട് തരത്തിലാണ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന് ഹൃദയത്തിൻ്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ കുറയുന്നതും, വേറൊന്ന് ഇജക്ഷൻ ഫ്രാക്ഷൻ നോർമലായിരിക്കുമ്പോൾ തന്നെയും ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസ് അഥവാ അതിൻ്റെ പരിണിത ഫലങ്ങൾ രോഗികൾ അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇതിൽ ഉള്ളത്. എന്താണ് ഹാർട്ട് ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ? ഹാർട്ട് ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായി രോഗികളിൽ കാണപ്പെടുന്നത് ക്ഷീണമാണ്, തളർച്ച അഥവാ ക്ഷീണം. ഇത് ഹൃദയത്തിൻ്റെ പമ്പിങ് അവസ്ഥ കുറയുമ്പോൾ ബാക്കിയുള്ള അവയവങ്ങൾക്ക് രക്തോട്ടം കുറയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയാണ്. തളർച്ചയാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഒരു എഫർട്ട് ഇൻടോളറൻസ്, അതായത് രോഗികൾക്ക് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അനുഭവപ്പെടുന്ന കിതപ്പോ അല്ലെങ്കിൽ അതിശക്തമായ ക്ഷീണമോ ആവാം ഇതിൻ്റെ വേറൊരു സിംറ്റം. പിന്നീടായിട്ടുള്ളത് നമ്മൾ കാലിൽ കാണുന്ന നീര്, രാത്രിയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസം മുട്ട്, ഇവയൊക്കെയാണ് ഹൃദയ പരിക്ഷീണത അഥവാ ഹാർട്ട് ഫെയിലിയറിൻ്റെ ഏർലി നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന രോഗലക്ഷണങ്ങൾ. ഇനി നമ്മൾ ഹൃദയ പരിക്ഷീണത അഥവാ ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഹൃദയത്തിൻ്റെ പരിക്ഷീണതയ്ക്ക് ചികിത്സയ്ക്ക് മാറ്റാവുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് വാൽവിൻ്റെ ചുരുക്കവും വാൽവിൻ്റെ ലീക്കുകളോ ആണ്. വാൽവിൻ്റെ ചുരുക്കവും വാൽവിൻ്റെ ലീക്കുകളും പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റി ഹൃദയത്തിൻ്റെ പരിക്ഷീണത ശരിയാക്കാവുന്ന അസുഖങ്ങളാണ്. ഇവയ്ക്ക് മരുന്നുകളോടൊപ്പം തന്നെ വാൽവിൻ്റെ ചികിത്സയും അത്യാവശ്യമായിട്ട് ഉള്ളതാണ്. ഇതിൽ ഹാർട്ട് ഫെയിലിയറിലേക്ക് കോമൺ ആയിട്ട് നമ്മളുടെ ഒരു ഇന്ത്യൻ പോപ്പുലേഷനിൽ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലായി കാണുന്നത് ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ അഥവാ കൊറോണറി ആർട്ടറി ഡിസീസ് അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജസിലെത്തുമ്പോഴാണ് പമ്പിങ് കുറഞ്ഞ് ഇസ്കീമിക് കാർഡിയോമയോപ്പതി പറഞ്ഞ സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഇതിൽ കവിഞ്ഞ് വേറെ കാരണങ്ങൾ കൂടുതലായി കാണുന്നത് ജനിതക മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഹൃദയ പരിക്ഷീണത അഥവാ ഹാർട്ട് ഫെയിലിയറുകളാണ്. എന്നാൽ ഒരു അസുഖവും ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഹാർട്ട് ഫെയിലിയർ ഡെവലപ്പ് ചെയ്യുന്ന കുറേ കാരണങ്ങളും നമ്മൾക്ക് സാധാരണയായി കാണാറുണ്ട്. അവയിലുള്ളത് ഹൃദയത്തിൽ വരുന്ന ഇൻഫെക്ഷൻസ്, അതായത് മയോകാർഡൈറ്റിസ്, വൈറൽ ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി ഹൃദയത്തിൽ കാണുന്ന പമ്പിങ് കുറവാണ്. ഇവയിൽ 30% രോഗികൾ പൂർണ്ണമായും ഹൃദയം റിക്കവർ ചെയ്യാം. എന്നാൽ ബാക്കി ഒരു 50% 60% രോഗികൾക്ക് സ്ഥിരമായിട്ടുള്ള പമ്പിങ് കുറവ് അനുഭവപ്പെടാറുണ്ട്. പിന്നീട് ചില ക്യാൻസർ കീമോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് കൊണ്ടുള്ള ഹൃദയത്തിൻ്റെ പരിക്ഷീണത, പിന്നീട് പ്രഗ്നൻസിക്ക് ശേഷം കാണുന്ന ഹൃദയ പരിക്ഷീണതകൾ, ഇവയൊക്കെയാണ് മറ്റുള്ള കാരണങ്ങളായി നമ്മൾ സാധാരണയായി കാണുന്നത്.